സുരേഷ് ഗോപി ഒരു കാര്യം കൂടി ചോദിച്ചു ശരത്, നമുക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് സുരേഷ് ഗോപിക്ക് ഇപ്പോഴും രണ്ടു മനസ്സാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പവൻ കല്യാണിനെയൊക്കെ സുരേഷ് ഗോപി വിളിച്ചു ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു എന്നാണ് അറിയുന്നത്. പവൻ കല്യാൺ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം വേണ്ടതില്ല എന്ന് നിലപാടെടുത്തിരുന്നു. സിനിമയാണ് മുഖ്യം എന്നുള്ളത് പവൻ കല്യാൺ നേരത്തെ നിലപാടെടുത്തതാണ്. അപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യത്തിലുള്ള ആശങ്ക, ഈ 4 സിനിമകൾ നിലവിൽ കിടക്കുന്നു. അതിലൊന്ന് മമ്മൂട്ടിയുടെ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ്. 4 മാസത്തോളം അതിൻ്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഫഹദ് ഫാസിലും സുരേഷ് ഗോപിയും കുഞ്ചാക്കോ ബോബനും ഒക്കെ അഭിനയിക്കുന്ന മഹേഷ് നാരായണൻ്റെ ഒരു വലിയ പ്രോജക്റ്റാണ്, വലിയ ബാനറുമാണ്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമയാണ്, അത് ഒഴിവാക്കാൻ കഴിയില്ല. ഒപ്പം ഗോകുലം ഗോപാലൻ തന്നെ നിർമ്മിക്കുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമുണ്ട്, ഒരു പാൻ ഇന്ത്യൻ ഫിലിം വരാൻ പോകുന്നു, കത്തനാർ വരാൻ പോകുന്നു. പിന്നെ ഷാജി കൈലാസിൻ്റെ ചിന്താമണി കൊലക്കേസിൻ്റെ 2ാം ഭാഗം എന്നിങ്ങനെ 4 സിനിമകളാണ് സുരേഷ് ഗോപിയെ കാത്തിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് സുരേഷ് ഗോപിക്ക് അത്ര എളുപ്പമാകുമോ? സുരേഷ് ഗോപി ഇന്ന് ഓഫീസിൽ വരാൻ സാധ്യത കാണുന്നുണ്ടോ ശരത്? ഇതുവരെ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 2 ദിവസമായി സർക്കാർ അധികാരമേറ്റിട്ട്, അതുകൊണ്ട് ഇന്നെങ്കിലും മന്ത്രിമാർ ഓഫീസുകളിലേക്ക് എത്തും എന്ന ഒരു കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളും സുരേഷ് ഗോപി ഇന്ന് മന്ത്രാലയത്തിലേക്ക് എത്തി ചുമതല ഏറ്റെടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ പവൻ കല്യാണിൻ്റെ കാര്യത്തിൽ അദ്ദേഹം സിനിമ എന്നതിനും അപ്പുറത്തേക്ക് ആന്ധ്ര രാഷ്ട്രീയത്തിൽ കേന്ദ്രീകരിക്കുക എന്നതുകൊണ്ടാണ് തൽക്കാലം കേന്ദ്ര ക്യാബിനറ്റിലേക്ക് വരാതിരുന്നത്. സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന തന്നെയാണ് പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾക്ക് വഴിയൊരുക്കിയത്. സത്യപ്രതിജ്ഞ ചെയ്ത് 5-6 മണിക്കൂർ കഴിയുമ്പോൾ അദ്ദേഹം തന്നെ ആ പുതുമോടിയുള്ള സമയത്ത് പറയുകയാണ്, എനിക്ക് സിനിമ ചെയ്തേ മതിയാകൂ, അതുകൊണ്ട് എന്നെ ഒഴിവാക്കി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ തുടക്കത്തിൽ തന്നെ അദ്ദേഹം അങ്ങനെ ഒരു പരസ്യ പ്രതികരണം നടത്തിയതാണ് ഈ വ്യാഖ്യാനങ്ങൾക്ക് വഴിയൊരുക്കിയത്. അതിനുശേഷം ഒന്ന് വിശദമായി ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായിട്ടില്ല. സോഷ്യൽ മീഡിയകളിൽ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്, ഈ വാർത്തകൾ തെറ്റാണ്, മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നുള്ള കാര്യമൊക്കെ. പക്ഷേ അദ്ദേഹം ഈ മന്ത്രിയായി ചുമതല ഏറ്റെടുക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടത് മുതൽ ഇപ്പോൾ ഇതുവരെയുള്ള സമയത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്ന് ആ ഒരു ഊഷ്മളത, ഈ വകുപ്പുകളുടെ കാര്യത്തിൽ ലഭിച്ച പദവിയുടെ കാര്യത്തിൽ അതിൽ അത്രയും തൃപ്തനാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രതികരണത്തിനും അപ്പുറത്തേക്ക് ആ അതൃപ്തി പരസ്യമാക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ അദ്ദേഹം പലയിടങ്ങളിലും സ്വീകരിച്ചു. പാർട്ടി നേതാക്കളുമായി മന്ത്രിമാരുടെ ഓഫീസുകളിൽ ഉണ്ടാകുമല്ലോ അല്ലേ? ഇന്നിപ്പോൾ അവർ ചുമതലയേൽക്കാൻ വരുമ്പോൾ ജോർജ് കുര്യൻ വന്ന് ചുമതലയേൽക്കുന്നത്, ജോർജ് കുര്യൻ നമ്മളോട് ഇന്നലെ പ്രതികരിച്ചു. ജോർജ് കുര്യൻ എല്ലാവർക്കും പ്രതികരണങ്ങളൊക്കെ കൊടുത്തു. സുരേഷ് ഗോപിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പറഞ്ഞോളൂ. ഇന്ന് നോബിൾ അവധിയിലാണ്, അതുകൊണ്ട് നമ്മൾ തന്നെ 2 ഇടങ്ങളിലും എത്തിപ്പെടും. ഒരേ സമയത്തായിരിക്കില്ലല്ലോ, അതുകൊണ്ട് നമുക്കത് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു ശരത്. 2 യൂണിറ്റുകളും ഇന്നിപ്പോൾ ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഒപ്പം എന്താണ് സുരേഷ് ഗോപിയുടെ മനസ്സിലിരിപ്പ് ഇനിയും പിടികിട്ടിയിട്ടില്ല. സുരേഷ് ഗോപി സിനിമ ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്, പക്ഷേ നേരിട്ട് തന്നെ പ്രധാനമന്ത്രി വിളിച്ചേൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമായതുകൊണ്ട് മന്ത്രിസ്ഥാനം ഒഴിയുകയും വയ്യ. മാത്രവുമല്ല, കേരളത്തിലെ നേതാക്കളൊക്കെ ഇന്നലെ സുരേഷ് ഗോപിയെ കണ്ട് ലേമർഡിയൻ ഹോട്ടലിൽ പോയി സംസാരിച്ചിരുന്നു. ഇപ്പോൾ മന്ത്രിസ്ഥാനം ഉപേക്ഷിക്കാൻ പാടില്ല, അത് തിരിച്ചടിയാകും എന്നുള്ളത് കേരളത്തിലെ BJP നേതാക്കൾ സുരേഷ് ഗോപിയെ അഡ്വൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ ഉപദേശം സ്വീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്.